2020 വേൾഡ് കപ്പിന് ഒരുങ്ങുന്ന ഇന്ത്യൻ ടീമിന് ആശങ്കയേറി തിലക് വർമ്മയുടെ പരിക്ക്. തിലക് വർമ്മയ്ക്ക് പരിക്കാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരെ തുടങ്ങാനിരിക്കുന്ന 2020 പരമ്പരയിലെ ആദ്യത്തെ 3 മത്സരങ്ങൾ തിലക് വർമ്മയ്ക്ക് നഷ്ടമാകും. പിന്നെ അതിനനുസരിച്ചിട്ട് ആളേനെ അസസ് ചെയ്തിട്ട് 2020 വേൾഡ് കപ്പിൽ കളിപ്പിക്കൂ അല്ലെങ്കിൽ കളിക്കാൻ സാധിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ തിലക് വർമ്മയുടെ പകരക്കാരനെ പരതി നടന്നുകൊണ്ടിരിക്കുകയാണ് ബി സി സി ഐ. തിലക് വർമ്മ വൺ ഡൗൺ പൊസിഷനിൽ ഇറങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. തിലക് വർമ്മയുടെ നഷ്ടം ഒരു നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. കാരണം ഏഷ്യ കപ്പ്, പിന്നെ ഇപ്പോൾ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള 2020 പരമ്പരയിലൊക്കെ തിലക് വർമ്മയുടെ സംഭാവന വളരെ വലുതായിരുന്നു ഇന്ത്യൻ വിജയങ്ങളിൽ. അത് കാരണം കൊണ്ട് തന്നെ നികത്താൻ പറ്റാത്തൊരു വിടവ് തന്നെയായിരിക്കും തിലക് വർമ്മ 2020 വേൾഡ് കപ്പിന് ഇല്ലെങ്കിൽ. പകരക്കാരനെ തപ്പിക്കൊണ്ടിരിക്കുന്നു. ആരൊക്കെ ഇനി? ശ്രേയസ് അയ്യർ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് പകരം വരികയാണെങ്കിൽ. പക്ഷെ വേറെ സാധ്യതയും കൂടിയുണ്ട്. ശുഭ്മാൻ ഗിൽ പുറത്തിരിപ്പുണ്ട്. ഇനി എങ്ങാനും ശുഭ്മാൻ ഗിലിനെ ഉള്ളിലേക്കെടുത്താലോ എന്നുള്ളൊരു സന്ദേഹം എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് കേരള ഫാൻസിനുണ്ട്. ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ് ഒഴിവായി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പരിക്ക് പറ്റി മാറി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായിട്ട് ശ്രേയസ് അയ്യരാണ് ബെസ്റ്റ് ചോയ്സ്. ശ്രേയസ് അയ്യരെ തന്നെയായിരിക്കും എടുക്കാൻ സാധ്യത. പക്ഷേ ഇന്ത്യൻ മാനേജ്മെൻറ്റ് ഗൗതം ഗംഭീർ അഗാക്കറും ചിലപ്പോൾ ശുഭ്മാൻ ഗിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട്. തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ സന്ദേഹമുണ്ട്. പക്ഷേ വൺ ഡൗണിൽ കളിക്കുന്ന പ്ലെയർ ആണെന്ന് ഉള്ളത് കൊണ്ട് നമ്മുടെ അയ്യർക്കാണ് സാധ്യത കൂടുതൽ. ശുഭ്മാൻ ഗിലിനെ ഇറക്കുകയാണെങ്കിൽ ആളെ ചിലപ്പോൾ ഓപ്പണറായിട്ട് ഇറക്കിയിട്ട് സഞ്ജുവിന് ചിലപ്പോൾ വലിച്ച് താഴ്ത്തിക്കിടും, ഏഷ്യ കപ്പ് ചെയ്ത പോലെ. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ചെങ്ങായിക്ക് പരിക്ക് മാറി ചെങ്ങായി ഫിറ്റ് ആവട്ടെ. ഇല്ലാത്ത പക്ഷം അയ്യരെ ഇറക്കട്ടെ. അയ്യർ നല്ല കളിക്കാരനാണ്, പ്രൂവ് ചെയ്തിട്ടുള്ള കളിക്കാരൻ തന്നെയല്ലേ.